വെൽക്കം ടു സിമ്പിൾ PSC. ഇന്ന് നമ്മൾ നോക്കുന്നത് 4ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ചാനലിൽ. പുതിയ SCERT ചാപ്റ്റേഴ്സ് പുതിയത് വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ ചാപ്റ്ററാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കാര്യം പറയുന്നത്. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവരൊന്ന് കൊടുത്തിട്ടുണ്ട് പുതിയ SCERTയിൽ. ഇനി 4ാമത്തെ ചാപ്റ്റർ എന്താണ്? ജീവനുള്ള വിത്തുകൾ എന്നാണ് പറയുന്നത്. അതെന്താ മനസ്സിലായത്? വിത്തുകൾക്കും ജീവനുണ്ട്. അത് കാരണമാണ് വിത്തുകൾ മുളയ്ക്കുന്നത്. അത്രയാണ് ചെറിയൊരു കഥയൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചെറിയൊരു സ്റ്റോറിയാണ് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം കേട്ടോ. നിങ്ങൾ വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണോ? വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചെറിയ പിള്ളേർക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് മെയിൻ പോയിന്റിലേക്ക് വരാം. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. നമ്മ ഒരു വിത്ത് നടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണില്ല എന്നുണ്ടെങ്കിലും സൂര്യപ്രകാശം ഇല്ല എന്നുണ്ടെങ്കിലും ആ വിത്ത് മുളയ്ക്കും. പക്ഷെ അവിടെ എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. ജലം മാത്രം മതിയോ? വേണ്ട, വായു അനുയോജ്യമായ താപനില ഉണ്ടാവണം, എന്നാൽ മാത്രമേയാണ് വിത്ത് മുളയ്ക്കുള്ളൂ. പക്ഷെ നമുക്ക് വെള്ളം വേണ്ട, അതുപോലെ തന്നെ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണും വേണ്ട, സൂര്യപ്രകാശവും വേണ്ട, എന്നാൽ ചെറിയൊരു താപനില വേണം അവിടേക്ക്. അതുപോലെ തന്നെ വെള്ളവും വേണം, വായുവും വേണം. അപ്പോൾ എന്നാൽ മാത്രമാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യം എന്നിവയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യം. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. നമുക്കറിയാലോ, ഒരു പയറിൻ്റെ വിത്ത് നട്ടാൽ അതുപോലെ തന്നെയാണോ ബാക്കിയുള്ള എന്തെങ്കിലും വിത്ത് നടുമ്പോൾ മാവിൻ്റെ വിത്താണ്, മാങ്ങൻ്റെ ഇടാണെന്നുണ്ടെങ്കിൽ മുളയ്ക്കാൻ കുറച്ച് സമയം വേണമല്ലേ. അപ്പോൾ അതിനും ഡിഫറെൻറ്റ് സമയമാണെന്നാണ് പറയുന്നത് കേട്ടോ. വിത്തിനുള്ളിലെ ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്തിനുള്ളിലെ ജീവൻ നമുക്ക് ഇവിടെയാണ് നമ്മളുടെ മെയിൻ പോയിന്റ് വരുന്നത് കേട്ടോ. ബീജമൂലം എന്ന് വെച്ചാൽ വിത്ത് മുളയ്ക്കുകയാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ബീജമൂലം എന്ന് പറയുന്നത് എന്താണ്? ബീജമൂലം എന്തായിട്ടാണ് മാറുന്നത്? ബീജമൂലം എന്ന് പറയുന്നത് വേരായിട്ടാണ് മാറുന്നത് കേട്ടോ. ബീജമൂലം എന്ന് പറയുന്നത് വേരായിട്ടാണ് മാറുന്നത്. ബീജപത്രം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, പത്രം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇല എന്ന് പറയുന്നത് ഒരു പത്രം പോലെ ഇരിക്കുന്നത്. അപ്പോൾ ബീജപത്രം എന്ന് പറയുന്നത് ഇലയായിട്ടാണ് മാറുന്നത്. ബീജശീർഷം എന്ന് പറയുന്നത് എന്താണ്? തണ്ടായിട്ടാണ് മാറുന്നത്. ബീജശീർഷം എന്ന് പറയുന്നത് തണ്ടായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ബീജമൂലം എന്ന് പറയുന്നത് വിത്ത് മുളച്ചാൽ ആദ്യം തന്നെ വരയ്ക്കുന്നത് ബീജമൂലമാണ് വരുന്നത്. ഈ ബീജമൂലം വേരായിട്ട് മാറും. അതുപോലെ തന്നെ ബീജപത്രം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇലയായിട്ട് മാറും. ബീജശീർഷം എന്ന് പറയുന്നത് തണ്ടായിട്ട് മാറും. ഓക്കെ, ഹൈഡ്രോപോണിക്സ്, മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ മണ്ണിന് ആവശ്യമില്ല. പേരിലുള്ള പോലെ തന്നെ ഹൈഡ്രോപോണിക്സ് ആണ് അല്ലേ. ഹൈഡ്രോ എന്ന് വെച്ചാൽ എന്താണ്? മണ്ണിന് പകരം എന്താണ്? പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്നു. വെള്ളത്തിൽ സസ്യങ്ങൾ, ഹൈഡ്രോ എന്ന് വെച്ചാൽ വെള്ളം, അപ്പോൾ ഈ വെള്ളത്തിലാണ് സസ്യങ്ങൾ വളർത്തുന്നത്. പക്ഷേ സാധാ വെള്ളമല്ല, കുറച്ച് പോഷകലായനി കൂടി ഉണ്ടായിരിക്കും. അതെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയുണ്ട് പറയുന്നത്. പയറിലെ ബീജപത്രം എന്ന് പറയുന്നത് നോക്കിയേ എങ്ങനെയാണ് വന്നേക്കുന്നത്? 2 ഇതായിട്ടാണല്ലേ വന്നേക്കുന്നത്. 2 ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടായിട്ടാണ് വന്നേക്കുന്നത്. എന്നാൽ ചോളത്തിൽ നോക്കിയ ബീജപത്രം എന്ന് പറയുന്നത് ഒരു ബീജപത്രം ഉണ്ട്, അത് നമ്മൾ ബീജ അന്നമായിട്ട് മാറണല്ലേ ചെയ്യുന്നത്. നമ്മൾ ചോളത്തിൽ കുറേ കുരുക്കളുണ്ടല്ലേ, ഈ ചോളക്കുരു ഇതെന്ന് പറയുന്നത് എന്താണ്? ബീജപത്രമാണ്. ഈ ബീജപത്രമാണ് അവിടെ ബീജ അന്നമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ വിത്ത് മുളയ്ക്കൽ എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലേക്ക് വരാനിട്ട് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാണ്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലം വരുന്നു എന്ന് പറഞ്ഞു, പിന്നീട് എന്ന് പറഞ്ഞു ബീജശീർഷം വരുന്നു എന്ന് പറഞ്ഞു. ഈ ബീജമൂലമാണ് ചെടിയുടെ വേരായിട്ട് മാറുന്നത്. ബീജശീർഷം എന്ന് പറയുന്നത് തണ്ടും ഇലയായിട്ടാണ് മാറുന്നത്. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജ അന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് ഇല വേണം. അപ്പോൾ ഇല വരുന്നതിന് മുമ്പ് എന്താണ് പറയുന്നത്? ബീജപത്രത്തിൽ ബീജാന്നത്തിൽ കരുതി വെച്ച ആഹാരമാണ് സസ്യം ഉപയോഗിക്കുന്നത്. ഇനി വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ വളരുന്നുണ്ട് അല്ലേ. ചെമ്പരത്തിയൊക്കെയാണ് നമുക്കറിയാം, വേരോട് കൂടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി വളരും. അതുപോലെ തന്നെ നിശാഗന്ധി, ഇലമുളച്ചിക്ക് എങ്ങനെയാണ് നമ്മൾ ഇല മാത്രം കൊണ്ട് നട്ടാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് മനസ്സിലായി, വിത്തിൽ നിന്ന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും വെച്ചാലും എന്തുണ്ടാകുന്നുണ്ട്? തൈകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി വിത്തുകൾ പലയിടങ്ങളിൽ എങ്ങനെയാണ് എത്തുന്നത്? ചിലപ്പോൾ നമ്മൾക്ക് അറിയാം എന്ത് വഴിയൊക്കെ എത്താം? വിത്ത് നമ്മൾ പക്ഷികൾ വഴിയോ അല്ലെങ്കിൽ കാറ്റ് വഴി, പിന്നെ എന്തൊക്കെ വഴി എത്താം? വായു വഴി, പല മേഖലയിൽ കൂടിയും, പല സമ്മർദ്ദ മേഖലയിൽ കൂടിയും ഇത് പോകാം അല്ലേ.
അപ്പോൾ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. ഇനി വിത്ത് വിതരണത്തിനുള്ള അനുകൂലങ്ങൾ. തേങ്ങ എങ്ങനെയാണ് പോകുന്നത്? വെള്ളത്തിൽ ഒലിച്ച് പോകുന്നുണ്ട്. അപ്പം ജലം വഴി പരാഗണം നടക്കുന്ന ഇതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? തേങ്ങ എന്ന് പറയാം അല്ലേ. കാശിത്തുമ്പ എങ്ങനെയാണ്? കാശിത്തുമ്പ എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കില്ല ചെയ്യുന്നത്. വെണ്ട, കാശിത്തുമ്പൊക്കെ ഇങ്ങനെ വിത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ മാത്രമാണ് ഉണ്ടാവില്ല, കുറച്ച് അകലേക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെയും എന്ത് സംഭവിക്കുകയാണ്? വിത്ത് മുളയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഇലകളിലെ വൈവിധ്യം പറഞ്ഞിട്ടുണ്ട്. ജാലികാസ്ഥിര വിന്യാസം എന്ന് വെച്ചാൽ എന്താണ്? പ്ലാവിൽ ജാലികാസ്ഥിര വിന്യാസമാണെന്ന് പറയുന്നുണ്ട്. പ്ലാവ് എന്ന് വെച്ചാൽ നോക്കിയേ, നമുക്ക് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ സമാന്തര സ്ഥിര വിന്യാസം എന്ന് വെച്ചാൽ സമാന്തരമായിട്ടാണ് അല്ലേ രേഖകൾ പോകുന്നത്. സമാന്തരമായിട്ടാണ് രേഖകൾ പോകുന്നത്. അതിന് എക്സാമ്പിളാണ് മൂള എന്ന് പറയുന്നത്. ഇങ്ങനെ സമാന്തരമായിട്ടാണ് വരുന്നത്. ജാലികാസ്ഥിര വിന്യാസം എന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസ് ആയിട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം എന്ന് പറയുന്നത്. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേര്, അതിൽ നിന്ന് ശാഖാവേരുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് തായ്വേരുപടലം എന്ന് പറയും. മാവ്, പ്ലാവ് എന്നിവയൊക്കെ എന്താണ്? തായ്വേരാണ്. എന്നാൽ നാരുവേരുപടലം എന്ന് വെച്ചാൽ എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? തായ്വേരാണെങ്കിൽ ഒരു തായ്വേരും അതിൽ നിന്ന് ശിഖരങ്ങൾ വരും. ധാരാളം വേരുകൾ ഒരുമിച്ച് വരാണെന്നുണ്ടെങ്കിൽ അതിന് നാലുവേര് പടലം എന്ന് പറയും. പുൽവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളിലൊക്കെ നാലുവേര് പടലാണ് ഉള്ളത്. ഇനി സാധാരണയായിട്ട് ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നതാണ്. അതിന് എക്സാമ്പിളാണ് താങ്ങുവേര്, പൊയ്ക്കാൽ വേരൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെ പറയുന്നത് ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകും. തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത് ശ്വസന വേരുകൾ. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. അങ്ങനെയാണ് അവിടെ വാതക വിനിമയം നടക്കുന്നത്. അത് കാരണം ഇതിനെ ശ്വസന വേര് എന്ന് പറയും. കണ്ടൽ ചെടികളിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്? ഒരു ജലമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണ് വേര് ഇങ്ങനെ ഉയർന്നു നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാതും കിട്ടും, വാതക വിനിമയം നടക്കും. അങ്ങനെയാണ് അതിനെ നമ്മൾ ശ്വസന വേര് എന്നാണ് പറയാം. ഇപ്പോൾ താങ്ങുവേര് എന്ന് വെച്ചാൽ നോക്കിയേ, താങ്ങുവേര് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? ശിഖരങ്ങളിൽ നിന്നാണല്ലേ ഉണ്ടായിരിക്കുന്നത് താങ്ങുവേര് എന്ന് പറയുന്നത്. പൊയ്ക്കാൽ വേര് എന്ന് വെച്ചാലോ തണ്ടിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പറ്റുവേര് എന്ന് വെച്ചാൽ ഓർക്കിഡൊക്കെ ഉണ്ടാക്കുന്നത് അറിയില്ലേ? പറ്റു കുരുമുളകൊക്കെ പറ്റി പിടർന്ന് വലിക്കുന്ന ശ്വസന വേരുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു ബീജപത്രം മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ഏകബീജ പത്രസസ്യങ്ങളെന്ന് പറയും. അതുപോലെ തന്നെ ദ്വിബീജപത്രസസ്യങ്ങൾ എന്ന് വെച്ചാൽ ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാസ്ഥിര വിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്രസസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. നാരുവേര് പടലമായിരിക്കും, ശിഖരങ്ങളില്ലാത്ത തണ്ട് ഉണ്ടായിരിക്കും, സമാന്തര സ്ഥിര വിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്രത്തിൻ്റെ സവിശേഷതകളാണ് എങ്കിൽ ദ്വിബീജപത്രസസ്യങ്ങളുടെ സവിശേഷതകളാണ് തായ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാസ്ഥിര വിന്യാസമുള്ള ഇലകൾ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ.